ഒന്നും മൂടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. തെറ്റുതിരുത്തൽ ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടി ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ അവിഭാജ്യ ഘടകമാണത്. ഒരു മാസത്തേക്ക്, ഒരു കൊല്ലത്തേക്കുള്ള നിലപാടല്ല, ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. നമുക്കറിയാം, മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതെല്ലാം കാണുകയും കേൾക്കുകയും അതിന്റെ ഭാഗവാക്കാവുകയും ചെയ്യുന്ന പാർട്ടി കേഡർമാർ ഉൾപ്പെടെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അരിച്ചരിച്ച് കയറാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണങ്ങളുണ്ട്. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണത പണത്തോടുള്ള ആർത്തി. ആ പാർട്ടിയോടുള്ള ആർത്തിയെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് തന്നെ പറഞ്ഞു, തിരുത്തണം. ഏതെങ്കിലും കേഡർമാർ അതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടോ എങ്കിൽ തിരുത്തിക്കണം. ജനങ്ങൾ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഒന്ന്, മെറിറ്റ്. എൻ്റെ ഒപ്പം നിൽക്കുന്നു, അപ്പുറം നിൽക്കുന്നു, ഇപ്പുറം നിൽക്കുന്നു, ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. കഴിഞ്ഞ ഭൂതകാല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ശരിയായ രാഷ്ട്രീയ നിലപാടിന്റെ ഒപ്പം നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം മെറിറ്റ്. രണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഉദാത്തമായ നിലപാട്. ഈ രണ്ടുമല്ലാതെ മറ്റൊന്നും ഒരു തരത്തിലും മാനദണ്ഡമാവരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ടിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാവണം. ഒന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന രീതിയിൽ. ഇതിനടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടി ശക്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജീർണതയെല്ലാം കുടഞ്ഞു കളയേണ്ടി വരും. കുടഞ്ഞു കളയുമ്പോൾ ചില വാർത്ത വരും. പക്ഷേ പാർട്ടിയുടെ ആരോഗ്യം ശക്തിപ്പെടും. ആരെങ്കിലും പേര് നടപടിയെടുത്താൽ ആ നടപടിയുടെ ഭാഗമായിട്ട് പാർട്ടി അങ്ങനെ എന്തോ ആയിപ്പോകുന്ന ഒരു തെറ്റിദ്ധാരണയുള്ള പാർട്ടിയല്ല ഈ പാർട്ടി. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും. തെറ്റായ നിലപാടിനെ ഈ പാർട്ടി അതിശക്തിയായിട്ട് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. ശരിക്കു വേണ്ടിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയ ഉടനീളം, ഈ പാർട്ടിയുടെ ജീവിതത്തിലുടനീളം ആ പ്രക്രിയ തുടരും. ഞങ്ങൾ നടത്തുന്ന ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയെ തന്നെ പാർട്ടി വിരുദ്ധമാക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചില നിലപാടുകളും നടപടികളും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിനെ തിരിച്ചറിയാൻ ഈ പാർട്ടിക്കാവും. നിങ്ങളിത് പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂടി വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരൊറ്റ ഒന്നൊഴിയാതെ. ഇനിയും ഇടപെടും. പാർട്ടി അടിമുടി ഇടപെടും. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് പൊറുപ്പിക്കില്ല. ആ രീതിയിൽ പാർട്ടി ജീർണതയുടെ ഒപ്പമല്ല, ജീർണത പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോരാട്ട വീതിയിലാണ് ഈ പാർട്ടിയുള്ളത്. അത് തന്നെയാണ് ഇവിടെ കരുനാഗപ്പള്ളിയിലും ഉണ്ടായത്. കരുനാഗപ്പള്ളിയിലുണ്ടായ സംഭവങ്ങളെ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള ഒരാളെയും ഉൾപ്പെടുത്താതെ ഈ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള കേഡർമാരെ വെച്ച് ഞങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയത്. അവിടെയുള്ള ആരെയും എടുത്തിട്ടില്ല. ഇന്ന് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അവിടെയുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല. സമ്മേളനം നടക്കുന്ന സമ്മേളനം നടക്കുന്ന കേന്ദ്രം തന്നെയാണിത്. ഒരാളെയും എടുത്തിട്ടില്ല. നേതാവാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ധരിക്കേണ്ട ജനങ്ങളാണ്. ജനങ്ങളുടെ പാർട്ടിയായി ഈ പാർട്ടി. ജനങ്ങളുടെ താല്പര്യമാണ് ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുക. ഈ പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിച്ചത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും. ശരിയായ ദിശാബോധത്തോടുകൂടി ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കും. തെറ്റായ പ്രവണതയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂടിവെക്കില്ല. ഓരോന്നും കൃത്യമായിട്ട് തിരുത്തിക്കൽ പ്രക്രിയക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ
നിങ്ങൾ എത്രത്തോളം മുമ്പോട്ടേക്ക് വന്നാലും നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല. ഇപ്രാവശ്യം ഇവിടെ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായിരിക്കും. കാരണം കുറേ കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ പാർട്ടി വിഭാഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ടേക്ക് പോയത്. അതിന്റെ നല്ല ക്ഷീണം അനുഭവിച്ച പാർട്ടിയാണ് CPIM കേരളത്തിൽ. അത് പൂർണ്ണമായിട്ട് ഒഴിവായി വിഭാഗീയമായ ചേരിതിരിവില്ലാതെ അങ്ങിങ്ങായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി അപ്പപ്പോൾ തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം അത് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം പിണറായി പറഞ്ഞ ഒരു 20 വർഷം കഴിയുമ്പോൾ ലോകോത്തരമായ രീതിയിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ കേൾപ്പുള്ള 10,000-കണക്കിന് കേഡർമാരെ രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഈ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി